Good morning, dear students. Welcome back to another class of Project Management and Software Engineering. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ലൈവ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് കോഡിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫേസ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷനും ടെസ്റ്റിംഗും ആണ് ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് കുറച്ച് പേർക്ക് ഒന്ന് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിരുന്നു. വായിച്ചു നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം മേജർലി 3 ടൈപ്പ് ഓഫ് കോഡിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇൻക്രിമെന്റലി ഡെവലപ്പിംഗ് കോഡും, ടെസ്റ്റ് ഡ്രിവൺ അപ്രോച്ച് ആൻഡ് പെയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തോടുകൂടെ നമ്മൾ കോഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ടെസ്റ്റിംഗ് ആയിരിക്കും. ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, കോഡിംഗ് മെത്തേഡിൽ ഇൻക്രിമെന്റലി ഡെവലപ്പിംഗ് കോഡ് അതേപോലെ ടെസ്റ്റ് ഡ്രിവൺ അപ്രോച്ച് ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ എപ്പോഴും കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഒന്നായിട്ട് കോഡ് എഴുതല്ല ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിനെ ആ പ്രൊജക്റ്റിനെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് കോഡ് എഴുതുന്നത്. ആ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും അതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി എഴുതി അത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ദെൻ അതിനോട് നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തു, നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തു. ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും കോഡിങ് ചെയ്യുക. അതിനെയാണ് ഇൻക്രിമെന്റലി ഡെവലപ്പിംഗ് കോഡ് അല്ലെങ്കിൽ ഇവോൾവിംഗ് കോഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവോൾവിംഗ് കോഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഓപ്ഷൻ ഉണ്ട്. എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്ക് വേണേ ആ ഒരു ഡെവലപ്മെന്റ് ടീമിലുള്ള ആൾക്കാർ ഒരേ ഏരിയയിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഒരേ സിസ്റ്റത്തിൽ തന്നെ ഇരുന്ന് കോഡ് എഴുതണം എന്നില്ല. അപ്പം ഏത് അവർക്ക് റിമോട്ട് ഏരിയയിൽ ഇരുന്നിട്ട് എവിടെ വേണമെങ്കിലും, ഇപ്പൊ ഫുള്ള് ഓൺലൈൻ ആണല്ലോ, അപ്പൊ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ പലരും ഒരേ പ്രൊജക്ട് തന്നെ പല ഭാഗത്തിരുന്ന് അതിന്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ഫംഗ്ഷനാലിറ്റി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഡെവലപ്പർ ആയിരിക്കും നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്, അടുത്ത ഡെവലപ്പർ ആയിരിക്കും അടുത്ത ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്. ഇതെല്ലാം ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവോൾവിംഗ് കോഡ് എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ ഇൻക്രിമെന്റലി ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇവോൾവിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ടോപ്പിക്കുകളാണ്. മാനേജിങ് ഇവോൾവിംഗ് കോഡ്, നിങ്ങളെ സിലബസിലുള്ള വേർഡ് എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് ഇവോൾവിംഗ് കോഡ്. ഈ ഇൻക്രിമെന്റലി ഡെവലപ്പിങ്ങിനെ അല്ലെങ്കിൽ ഇവോൾവിംഗ് കോഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഇവോൾവിംഗ് എന്ന് പറഞ്ഞ വാക്കിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇൻക്രിമെന്റ് ആയിട്ട് വരിക, ഒരു പോർഷൻ ആദ്യം, പിന്നെ അടുത്ത പോർഷൻ, പിന്നെ അടുത്ത പോർഷൻ, ഇങ്ങനെ അതിനാണല്ലോ നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്ത് വരിക. ആ ഒരു വേർഡിനെയാണ് നമ്മൾ ഇവോൾവിംഗ് കോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഈ കോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ നമ്മൾ സക്സസ്ഫുള്ളി കോഡ് എഴുതി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ഏതൊരു ഡെവലപ്മെന്റിലും നമ്മൾ ചെയ്യുന്നതാണ്, റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോഡ് റിവ്യൂ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, മാനേജിങ് ഇവോൾവിംഗ് കോഡ് ആൻഡ് കോഡ് റിവ്യൂ. അപ്പൊ അതിൽ ഫസ്റ്റ് കാര്യമാണ് മാനേജിങ് ഇവോൾവിംഗ് കോഡ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് കോഡിംഗ് പ്രോസസ് കോഡ് റിട്ടേൺ ബൈ പ്രോഗ്രാമർ ഇവോൾവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. കോഡ് റിട്ടേൺ ബൈ പ്രോഗ്രാമേഴ്സ് ഇവോൾവ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റലി ആണ് അത് ചെയ്യുന്നത്. ഒരു പോർഷൻ ആദ്യം, പിന്നെ ഒരു പോർഷൻ, പിന്നെ ഒരു പോർഷൻ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. കോഡ് ബൈ ഡിഫറെന്റ് പ്രോഗ്രാമേഴ്സ് ഹാവ് ടു പുട്ട് ടുഗെദർ ടു ഫോം ദ സിസ്റ്റം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു മൊഡ്യൂള് തന്നെ എല്ലാ ഭാഗങ്ങളും ഒരാൾ എഴുതിക്കൊള്ളണമെന്നില്ല. ഒരു മൊഡ്യൂള് ചിലപ്പോൾ ഒരാളായിരിക്കാം, അടുത്ത മൊഡ്യൂള് അടുത്ത ആളായിരിക്കാം. ഇവര് പല ഭാഗത്ത് നിന്ന് എഴുതുന്നത് അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരേ സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്തിട്ടും ചെയ്യാം, പക്ഷെ ഡിഫറെന്റ് സിസ്റ്റം ആയിരിക്കാം അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് ഒന്നിലധികം ആൾക്കാർ ഒരേ ഇവന്റിന്റെ അല്ലെങ്കിൽ ഒരേ കാര്യത്തിന്റെ കോഡ് എഴുതുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പൊ അതാണ് ഇവോൾവിംഗ് കോഡ് ഹാസ് ടു ബി മാനേജ്ഡ്. അപ്പൊ ഇങ്ങനെ ഇൻക്രിമെന്റലി കോഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ബി മാനേജ്ഡ്. അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രമായിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽഡ്. വാട്ട് ഈസ് സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽഡ് എന്നുള്ളത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വ്യത്യസ്ത ഏരിയയിൽ ഇരുന്നിട്ട് ഒരേ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാം കോഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ് സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽഡ് എന്ന് പറയുന്നത്.
ഇന്ന് അത്തരം ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട. ഒരേ പ്രോജക്റ്റ് ഒന്നിലധികം ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നോ വ്യത്യസ്ത കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചോ ചെയ്യുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽറ്റ് എന്ന് ജനറലൈസ് ചെയ്ത് പറയുന്നത്. സോഴ്സ് കോഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ടൂൾ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ് അവൈലബിൾ ആണ്. ഇറ്റ് സെൽഫ് അപ്ലിക്കേഷൻസ് തന്നെയാണ് അത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറ്റ് ഈസ് essential step programmers have to do. So programmers ചെയ്യേണ്ട essential step ആണ് ഈ സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ജനറലി ടൂൾസ് ലൈക്ക് CVS ആൻഡ് VSS. CVS വെർച്വൽ സോഴ്സ് സേഫ് എന്നാണ് VSSന്റെ ഫുൾ ഫോം. CVS ഇതേപോലെ കുറെ കാറ്റഗറീസ് ഓഫ് ടൂൾസ് ഉണ്ട്. ജനറലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് കോഡ് കൺട്രോൾ ടൂൾസ് ആണ് ഈ CVS VSS എന്നൊക്കെ പറയുന്നത്. CVS എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ്സ് യൂണിക്സ് ബേസ്ഡ് ആണ്, പക്ഷെ അത് എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യും. VSS എന്ന് പറയുന്നത് വിൻഡോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തൊരു സോഴ്സ് കോഡ് കൺട്രോൾ സിസ്റ്റമാണ് ഈ VSS എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് കുറെ ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ അതിന് 2 എക്സാമ്പിൾ ആയിട്ട് CVS-ഉം VSS-ഉം പഠിക്കുക. CVS എന്ന് പറയുന്നത് യൂണിക്സ് ബേസ്ഡ് ആണ്, VSS വിൻഡോസ് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം ടൂളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ടൂൾ കൺസിസ്റ്റ് ഓഫ് എ റെപ്പോസിറ്ററി. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജിനെയാണ് നമ്മൾ റെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് കൺട്രോൾഡ് ഡയറക്ടറി സ്ട്രക്ചർ. വിച്ച് ഈസ് എ കൺട്രോൾഡ് ഡയറക്ടറി സ്ട്രക്ചർ. ഒരു എന്താ പറയുക ഡാറ്റ സ്റ്റോറേജ് ഏരിയ ആണ്, കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ഏരിയ ആണ് ഈ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ശരിക്കും ഈ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ CVS VSS പോലെയുള്ള ടൂളുകൾ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു സർട്ടൻ സ്റ്റോറേജ് ഡയറക്ടറി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ റെപ്പോസിറ്ററി ഈസ് ദ ഒഫീഷ്യൽ സോഴ്സ് ഫോർ ഓൾ ദ കോഡ് ഫയൽസ്. അപ്പൊ ആര് കോഡ് എഴുതി കഴിഞ്ഞാലും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? ഈ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററിയിലായിരിക്കും. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ VSS-ഓ CVS-ഓ പോലെയുള്ള ടൂളുകളായിരിക്കും. അപ്പൊ നമുക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോഡുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഏതിനകത്തായിരിക്കും? ഈ VSS-ന്റെയോ അല്ലെങ്കിൽ CVS പോലെയുള്ള ടൂളുകൾ ഏത് ടൂളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററിയിലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? സിസ്റ്റം ബിൽഡ് ഈസ് ഡൺ ഫ്രം ദ ഫയൽസ് ഇൻ ദ റെപ്പോസിറ്ററീസ് ഓൺലി. ആ റെപ്പോസിറ്ററിയിലുള്ള ഫയലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആർക്ക് മീൻസ് ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ടൂൾ ടിപ്പിക്കലി പ്രൊവൈഡ് മെനി കമാൻഡ്സ് ടു ദ പ്രോഗ്രാമേഴ്സ്. അത് ആക്സസ് ചെയ്യാൻ വേണ്ടി കുറെ കമാൻഡ്സ് പ്രോഗ്രാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി. അപ്പൊ അതിലേക്കാണ് എഴുതുന്ന ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും എഴുതുന്ന കോഡ്സും എന്ത് ചെയ്യപ്പെടുന്നത്? സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം വേണ്ട കോഡ് നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഏത് പ്രോഗ്രാമറിന് വേണമെങ്കിലും അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അയാൾ റൈറ്റ് ചെയ്യുന്ന കോഡ് ഫൈനലി മോഡിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും? സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് സം കമാൻഡ്സ് ആണ് ഇത്. ഒരു ഫയൽ ചെക്ക്ഔട്ട് ഫയൽ ബൈ ദിസ് എ പ്രോഗ്രാമർ ഗെറ്റ്സ് എ ലോക്കൽ കോപ്പി ദാറ്റ് ക്യാൻ ബി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കൽ കോപ്പി കിട്ടും. ചെക്ക് ഇൻ ഫയൽ ചേഞ്ച്ഡ് ഫയൽസ് ആർ അപ്ലോഡഡ് ഇൻ ദ റെപ്പോസിറ്ററി ആൻഡ് ചേഞ്ചസ് ഇൻ ദ അവൈലബിൾ ടു ഓൾ. അപ്പൊ 2 കമാൻഡ്സ് ഇവിടെ കൊടുത്തേ ഉള്ളൂ. ചെക്ക്ഔട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമേഴ്സിന് അതിൽ ഓൾറെഡി ഉള്ള ഫയൽ അവർക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവും. ചെക്ക് ഇൻ ഫയൽ എന്ന് പറഞ്ഞാൽ അവര് മോഡിഫൈ ചെയ്തത് അതിൽ എന്ത് ചെയ്യപ്പെടും? സ്റ്റോർ ചെയ്യപ്പെടും. അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. അപ്പൊ അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ സോഴ്സ് കോഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏരിയയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് ആൾക്കാർക്ക് ഒരേ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവോൾവിംഗ് കോഡ് മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. അതൊരു ഇറ്റ്സെൽഫ് ഒരു ടൂള് തന്നെയാണ്, വേറൊരു ടൂള് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒരേ പ്രോഗ്രാം തന്നെ അതിന്റെ പല പല ഭാഗങ്ങൾ പല ഏരിയയിൽ നിന്നും പല ഡെവലപ്പേഴ്സിനും ചെയ്യാൻ പറ്റും ഒരേ പ്രോജക്റ്റിന്റെ തന്നെ. അപ്പൊ അതിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ടൂളിൽ ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി ഉണ്ടാവും. അപ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാ കോഡും സേവ് ചെയ്യപ്പെടുന്ന റെപ്പോസിറ്ററിക്കകത്താണ്. എല്ലാവർക്കും ആ കോഡ് ആക്സസ് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് വീണ്ടും സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈ CVS VSS പോലെയുള്ള ടൂളുകൾ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
Tools maintain complete change history and all older version can be recovered. എല്ലാ വേർഷനും റിക്കവർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ടൂളിനകത്ത് ഉണ്ടാവും. സോഴ്സ് കോഡ് കൺട്രോൾ ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഫോർ ഡെവലപ്പിംഗ് ലാർജ് പ്രൊജക്ട് ആൻഡ് ഫോർ കോർഡിനേഷൻ. ലാർജ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നിലധികം ആൾക്ക് എവിടെ വേണമെങ്കിലും കോഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ഈ സോഴ്സ് കോഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പല ടൈപ്പ് ഓഫ് ടൂളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നമ്മൾക്ക് സ്യൂട്ട് ആയത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരു ടീമിന് പ്രോഗ്രാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഇവോൾവിംഗ് കോഡിനെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്ന ഒരു ടൈപ്പ്. നെക്സ്റ്റ് ഈ മാനേജിങ് ഇവോൾവിംഗ് കോഡിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോഗ്രാമേഴ്സിനെ എങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കോഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനാണ് ഈ സോഴ്സ് കോഡ് കൺട്രോൾ ആൻഡ് ബിൽഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ കോഡിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇൻക്രിമെന്റലി കോഡ് എഴുതുന്ന സമയത്ത് കോഡിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് റീഫാക്ടറിങ്. അതും ഈ ഇവോൾവിംഗ് കോഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റീഫാക്ടറിങ് ഈസ് എ ടെക്നിക് ടു ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് കോഡ് ബൈ ഇംപ്രൂവിംഗ് ഇറ്റ്സ് ഡിസൈൻ. അതിന്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് കോഡിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അതിനെയാണ് നമ്മൾ റീഫാക്ടറിങ് എന്ന് വിളിക്കുന്നത്. റീഫാക്ടറിങ്ങിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റീഫാക്ടറിങ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരിക കപ്ലിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊഹീഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മൾ മോഡുലറൈസേഷൻ പഠിച്ചിരുന്നു. ഒരു ഗുഡ് മോഡ്യൂൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ലോ കപ്ലിംഗ് ആയിരിക്കണം, ഹൈ കൊഹീഷൻ ആയിരിക്കണം. എന്തായിരുന്നു കപ്ലിംഗ് എന്ന് പറഞ്ഞാല്? ഡിഗ്രി ഓഫ് ഇന്റർ ഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ മോഡ്യൂൾസ് തമ്മിലുള്ള ഇന്റർ ഡിപെൻഡൻസിക്കാണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കപ്ലിംഗ് എപ്പോഴും കുറവായിരിക്കണം. ഡാറ്റാസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഇതൊക്കെ അറിയുക ഏത് ലെവലിലാണ്, ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ ഇത് മനസ്സിലാവുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കോഡിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാവുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഫാക്ടറിങ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഇന്റേണൽ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല, സ്ട്രക്ചർ ഒന്നും മാറ്റാൻ പാടില്ല. റീഫാക്ടറിങ് ഈസ് ഡൺ ജനറലി ടു റെഡ്യൂസ് കപ്ലിംഗ് ഓർ ഇൻക്രീസ് കൊഹീഷൻ. കപ്ലിംഗ് റെഡ്യൂസ് ചെയ്യാനും കൊഹീഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ റീഫാക്ടറിങ് ജനറലി നടത്തുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ഓഫ് കോഡ് ടു ഇംപ്രൂവ് സം ഡിസൈൻ പ്രോപ്പർട്ടി. ഡിസൈൻ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ചേഞ്ച് ചെയ്യുക. നോ ന്യൂ ഫംഗ്ഷനാലിറ്റീസ് ഈസ് ആഡഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ പാടില്ല. ഉള്ളതിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്കതിനെ ഇംപ്രൂവ് ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അത് ആ ഇംപ്രൂവ്മെന്റ്, കോഡ് ഇംപ്രൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാക്സിമം കപ്ലിംഗ് കുറയ്ക്കാനും അതേപോലെ ആ ഫംഗ്ഷന്റെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടി, കൊഹീഷൻ കൂട്ടാനും വേണ്ടിയിട്ടായിരിക്കണം. അത്തരം മാറ്റങ്ങൾ നമ്മൾ കോഡ് എഴുതിയതിനു ശേഷം അത്തരം ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റീഫാക്ടറിങ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിത്ത് റീഫാക്ടറിങ് കോഡ് ഈസ് കണ്ടിന്യൂലി ഇംപ്രൂവിങ്. റീഫാക്ടറിങ് നമ്മൾ നടത്തുമ്പോൾ കോഡിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളെ സിസ്റ്റത്തിലും എന്ത് വരും, ചേഞ്ച് വരും. പക്ഷെ അതിന്റെ ഓവറോൾ ബിഹേവിയറിൽ എന്ത് വരാൻ പാടില്ല, ചേഞ്ച് വരാൻ പാടില്ല. അപ്പൊ ഈ റീഫാക്ടറിങ് നടത്തുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മൾ അവിടെ എവിടെയും വരുത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ സിസ്റ്റത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന 2 റൂളുകൾ എന്ന് പറഞ്ഞാൽ, റീഫാക്ടറിങ് ഇൻ സ്മോൾ സ്റ്റെപ്സ്. ഒന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കരുത്. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം തോന്നുമ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം മാറ്റം വരുത്തുക. എന്നിട്ട് ആ വരുന്ന ചേഞ്ച് എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് റീഫാക്ടറിങ് ഇൻ സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഹാവ് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് അവൈലബിൾ ടു ടെസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി. ഓൾറെഡി ഉള്ള ഫംഗ്ഷനാലിറ്റീസ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ വേണ്ടത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അല്ലാണ്ട് എല്ലാ കോഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കുന്നതിന് നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല, റീഫാക്ടറിംഗ് എന്ന് പറയില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അത് വളരെ റിസ്ക് ആണ്. നമ്മളെ പ്രൊജക്ട് തന്നെ മാറിപ്പോകും. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ പ്രൊജക്ടിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാം. അപ്പൊ ഇതാണ് മാനേജിങ് ഇവോൾവിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് കോഡിംഗ് മെത്തേഡ്സിലുള്ളത്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഡിംഗ് മെത്തേഡ്സ്, എങ്ങനെയാണ് ഇൻക്രിമെന്റൽ അല്ലെങ്കിൽ ഇവോൾവിംഗ് കോഡിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു കോഡിംഗിൽ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനിൽ ലാസ്റ്റ് വരുന്ന ഒരു ടേമാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്.
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ഒരു അഡീഷൻ പ്രോഗ്രാം എടുത്ത് നോക്കുക. നിങ്ങൾ ഉടനെ, ചിലരൊക്കെ ഉടനെ പോയി അത് റൺ ചെയ്ത് നോക്കുക. അപ്പൊ ഒരുപാട് എറേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതിയത്, ടൈപ്പ് ചെയ്തതെല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും ജനറൽ ആയിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് കോഡ് റിവ്യൂ. ഓക്കെ. It is carried out after the module successfully coded and compiled and all the syntax errors are eliminated. എല്ലാ സിൻടാക്സ് എറേഴ്സും എലിമിനേറ്റ് ചെയ്തതിനു ശേഷം റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കമ്പൈലർ ഒരിക്കലും ലോജിക്കൽ മിസ്റ്റേക്ക് കാണിക്കില്ല. അതിനകത്തുള്ള സിൻടാക്സ് മിസ്റ്റേക്കുകളാണ് കാണിക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കമ്പൈലറിനകത്ത് കാണാൻ പറ്റും. അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ലോജിക്കൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്ന പ്രോസസ്സാണ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. ഈ കോഡ് റിവ്യൂ രണ്ട് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ആക്ടിവിറ്റീസ് ഉള്ള രീതിയിൽ നമുക്കിത് ചെയ്യാം. അത് ഒന്നാണ് കോഡ് ഇൻസ്പെക്ഷൻ, രണ്ടാമത്തത് കോഡ് വാക്ക് ത്രൂ. ഇപ്പൊ രണ്ട് ടൈപ്പ് ആണുള്ളത്, കോഡ് ഇൻസ്പെക്ഷൻ, കോഡ് വാക്ക് ത്രൂ. അപ്പൊ അതിൽ ഫസ്റ്റ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ ആണ്. അതെന്താന്ന് നോക്കാം. കോഡ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമ്മൾ മാനുവലി അതിന്റെ എക്സിക്യൂഷൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു അഡീഷൻ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ഇത് എക്ക് ഇന്ന വാല്യൂ കൊടുത്തു, ബിക്ക് ഇന്ന വാല്യൂ കൊടുത്തു, സിക്ക് എ പ്ലസ് ബി, അപ്പൊ അത് നിങ്ങളുടെ എത്ര കിട്ടണം. അപ്പൊ ഈ ഒരു 20 കിട്ടുന്നുണ്ടെങ്കിൽ അത് എക്ക് 10 കൊടുത്തു, ബിക്ക് 10 കൊടുത്തു, സിക്ക് അപ്പൊ 20 കിട്ടുകയാണെങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. അത് കിട്ടുമോ എന്നുള്ളത് മാനുവലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, സിസ്റ്റം റൺ ചെയ്യാണ്ട് തന്നെ. അപ്പൊ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കോഡ് അറിയാമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയാം. അപ്പൊ ഈ കോഡിൽ ഓരോ സ്റ്റേറ്റ്മെന്റും ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ ഫൈൻഡിങ്സ് ഉണ്ടാവും. അവിടെ എന്നെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് ഇന്ന പോലെയാണ്, ഇത് ആൻസർ കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് ഒരു ഡെവലപ്മെന്റ് ടീമിന്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. അതിനെയാണ് വാക്ക് ത്രൂ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്ക് ത്രൂ മീറ്റിംഗിൽ ഇത് ഡിസ്കസ് ചെയ്യും. ആ കോഡിന്റെ ആ ഒരു അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ട് അതിലുള്ള എറേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനുള്ള റെമഡീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എടുക്കും. അപ്പൊ ഇതിനെയാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. കോഡ് വാക്ക് ത്രൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫോർമൽ അല്ല, ഒഫീഷ്യൽ അല്ല ശരിക്കും. ഇറ്റ് ഈസ് ഇൻഫോർമൽ. ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ കോഡ് അനാലിസിസ് ടെക്നിക്. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള, ഫോർമൽ അല്ലാത്തൊരു കോഡ് അനാലിസിസ് ടെക്നിക്കാണ് ഈ വാക്ക് ത്രൂ എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ കോഡ് എഴുതുന്ന ആള്, ആ ഡെവലപ്പറിൽ ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോഡിന്റെ ഭാഗം എഴുതിയവരാണോ ആയിരിക്കും ആ വാക്ക് ത്രൂ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അയാളെ മറ്റു ടീമിനെയും കൂടെ ഏൽപ്പിക്കും, നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 2-3 ആൾക്കാർ എക്സ്ട്രാ അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ആ ചെക്ക് ചെയ്തിട്ട് അവരവരുടെ ഫൈൻഡിങ്സ് എഴുതി വെക്കും, റിപ്പോർട്ട് ഡോക്യുമെന്റ് എഴുതി വെക്കും. എന്നിട്ട് ഇതൊരു മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്, കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഈ പറഞ്ഞ പോലെ അൽഗോരിതമിക് ആൻഡ് ലോജിക്കൽ എറേഴ്സ് ആണ് ഈ വാക്ക് ത്രൂവില് ഡിറ്റക്ട് ചെയ്യുക. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു ടൈപ്പ് ഓഫ് എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല, മറ്റൊരാൾ നോക്കുമ്പോൾ അവർക്ക് വേറൊരു ടൈപ്പ് ഓഫ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ കോഡിനെ റിവ്യൂ ചെയ്യുന്നതിനാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ദ മെമ്പേഴ്സ് ഇൻ ദ discuss their findings in a walkthrough meeting. The meeting is usually led by the author of the code under review. ആ കോഡ് ആരാണോ എഴുതിയത് അവരായിരിക്കും ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആൾ. ഇതാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും. ഒന്നുമില്ല, കോഡിനെ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് മാനുവലി ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ 1-2 പേര് ചെക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. സിമിലർ കാര്യം തന്നെയാണ് കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഫോർമലാണ്, ഒഫീഷ്യൽ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. കോഡ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആള് ആ കോഡ് എഴുതിയ ആളായിക്കൊള്ളുന്നു, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന ആള്, അത് കോഡ് ഇൻസ്പെക്ഷനിലും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അത് നയിക്കുന്ന ആൾ ഒരിക്കലും ആ കോഡ് എഴുതിയ ആളാവണമെന്ന് നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും അത് എന്താ പറയാ ലീഡ് ചെയ്യാൻ പറ്റും. കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫോർമൽ ടൈപ്പ് ഓഫ് റിവ്യൂ വിച്ച് ഈസ് കൈൻഡ് ഓഫ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ടു അവോയ്ഡ് ദ ഡിഫക്റ്റ്. സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയിട്ടാണോ കൊടുത്തത്, എന്തെങ്കിലും ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും അൽഗോരിതമിക് മിസ്റ്റേക്ക് ഉണ്ടോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. The main purpose of is to find the defects and it can also spot any process improvement if any. എന്തെങ്കിലും മാറ്റങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോഡിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യപ്പെടും, സ്പോട്ട് ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ an inspection report. ഇപ്പൊ ഒരു കോഡ് ഒരാൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫൈൻഡിങ് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. അതിൽ എന്തൊക്കെ ഉണ്ടാവും, മെട്രിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എയ്ഡ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ പ്രോസസ്. ഇംപ്രൂവ്മെന്റ്സിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുണ്ടാവും. ആസ് വെൽ ആസ് കറക്റ്റിംഗ് ഡിഫക്ട്സ് ഇൻ ദ ഡോക്യുമെന്റ് അണ്ടർ റിവ്യൂ. ആ നമ്മൾ ചെയ്യുന്ന കോഡിന്റെ എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടോ അത് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ഇതെല്ലാം ആ ലിസ്റ്റിൽ ഉണ്ടാവും.
അപ്പോൾ ഒന്നിലധികം ആൾക്കാർ ഒരേ കോഡിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെല്ലാം അവരുടെ ഫൈൻഡിങ്സ് കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതെല്ലാം ഓരോരുത്തരും അവരുടെ ഫൈൻഡിങ്സ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇൻസ്പെക്ഷൻസ് ആർ ഓഫൺ ലെഡ് ബൈ ദ ട്രെയിൻഡ് മോഡറേറ്റർ. അപ്പൊ ഒരു ട്രെയിൻഡ് മോഡറേറ്റർ ആയിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത്. അവരൊരു മീറ്റിംഗിൽ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഇത് ഡിസ്കസ് ചെയ്യും. പലരും പറയുന്ന എറേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ഡിഫക്ട്സ് എല്ലാം നീക്കുകയും ചെയ്യാം. ഇതാണ് ഹു ഈസ് നോട്ട് ദ ഓതർ ഓഫ് ദ കോഡ്. ആ മോഡറേറ്റർ കോഡിന്റെ ഓതർ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു കോഡ് റിവ്യൂ ആണ്. അപ്പൊ കോഡ് ഇൻസ്പെക്ഷൻ ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് എ മോസ്റ്റ് ഫോർമൽ ടൈപ്പ് ഓഫ് കോഡ് റിവ്യൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് റിവ്യൂ ചെയ്യുന്നത് തന്നെയാണ്. കോഡിനെ സ്റ്റാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത കോഡെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. ഇതിനാണ് കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോഡ് ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ദ ഇൻസ്പെക്ഷൻ പ്രോസസ് ഈസ് ദ മോസ്റ്റ് ഫോർമൽ ടൈപ്പ് ഓഫ് റിവ്യൂ ബേസ്ഡ് ഓൺ സം റൂൾസ് ആൻഡ് ചെക്ക് ലിസ്റ്റ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഈ കോഡ് ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്. ആ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ഏതൊക്കെയായിരുന്നു അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കോഡിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ, സം ഓഫ് ദം ആർ യൂസ് അൺഇനീഷ്യലൈസ്ഡ് വാല്യൂസ്. ഇനീഷ്യലൈസ് ചെയ്യാത്ത വാല്യൂസ് യൂസ് ചെയ്യുക. നമ്മൾ എ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ എന്റെ വാല്യൂ 0 എന്ന് അസ്യൂം ചെയ്തിട്ട് അങ്ങോട്ട് പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതാണ് യൂസ് ഓഫ് അൺഇനീഷ്യലൈസ്ഡ് വാല്യൂസ്. ജംപ്സ് ഇൻസൈഡ് ദ ലൂപ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ, ബൂറ്റും ഒക്കെ ഇൻസൈഡ് ദ ലൂപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നോൺ ടെർമിനേറ്റിംഗ് ലൂപ്പ്, ഇൻഫിനിറ്റ് ലൂപ്പ് കൊടുക്കുക. ലൂപ്പ് ഒരിക്കലും ടെർമിനേറ്റ് ആവുന്നുണ്ടാവില്ല. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവുന്നുണ്ടാവില്ല. അപ്പൊ എന്തായത് നോൺ ടെർമിനേറ്റിംഗ് ലൂപ്പായി. അറേ ഇൻഡെക്സസ് ഔട്ട് ഓഫ് ബൗണ്ടറി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എ ഓഫ് 10 എന്ന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ എ ഓഫ് 11ലേക്ക് വാല്യൂ എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ടറി. ഓക്കെ, ഇംപ്രോപ്പർ സ്റ്റോറേജ് അലോക്കേഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. എംഎൽഒക്കെ സിഎൽഒക്കെ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പർ അല്ലാതെ അലോക്കേറ്റ് ചെയ്യാം. മിസ്മാച്ചസ് ബിറ്റ്വീൻ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റർ. സെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഇന്റീജറും റിസീവ് ചെയ്യുന്ന പാരാമീറ്റർ ഫ്ലോട്ടും കൊടുക്കുക, അതാണ് മിസ്മാച്ചസ്. ഈ യൂസ് ഓഫ് ഇൻകറക്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് വേണ്ടെടുത്ത് ഓർ യൂസ് ചെയ്യുക, ഓർ വേണ്ടെടുത്ത് നോട്ട് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. ഇംപ്രോപ്പർ മോഡിഫിക്കേഷൻ ഓഫ് ലൂപ്പ് വാരിയബിൾസ്, ലൂപ്പ് വാരിയബിൾസ് ഇൻക്രീസ് ചെയ്യേണ്ടടുത്ത് ഡിക്രീസ് ചെയ്യാം, ഇതൊക്കെ ഇംപ്രോപ്പർ മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്തരം കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്, കോഡ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഇത് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡെവലപ്പേഴ്സും വരുത്തുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾ, നമ്മൾ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം മിസ്റ്റേക്കുകൾ വരാതിരിക്കുക എന്നുള്ളത്. എന്നാലും വരാം. ഇപ്പൊ കോഡ് ഇൻസ്പെക്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, അനദർ ലിസ്റ്റും ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മളെ കോഡിൽ ഒക്യൂർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, കോഡ് ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യും, എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ള ആ കോഡ് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആക്ച്വൽ കോഡ് ടെസ്റ്റിങ്ങിന് പോകുന്നതിന് മുമ്പേ നമ്മൾ മാനുവലി നന്നായിട്ട് എന്ത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, റിവ്യൂ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആ ഒരു ആക്ടിവിറ്റിയാണ് കോഡ് റിവ്യൂല് ചെയ്യുന്നത്. 2 ടൈപ്പ് കോഡ് റിവ്യൂ എന്ന് പറയുന്നത് കോഡ് വാക്ക് ത്രൂവും കോഡ് ഇൻസ്പെക്ഷനും. കോഡ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആണ്. കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ certain ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഒരു റൂൾസ് വെച്ച് ഫോർമൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നതിനാണ് കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. കോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റിംഗിലേക്ക് പോകും. കോഡിംഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ്, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ് ഡിഫറെന്റ് കോഡിംഗ് മെത്തേഡ്സ്, പിന്നെ എങ്ങനെയാണ് ഇവോൾവിംഗ് കോഡിനെ മാനേജ് ചെയ്യുന്നത്, എന്താണ് കോഡ് റിവ്യൂ, അല്ലെങ്കിൽ കോഡ് ഇൻസ്പെക്ഷൻ എന്താണ്, സിമിലർലി കോഡ് വാക്ക് ത്രൂ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പം എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ താങ്ക് യു.